Hello all, welcome to this academy. CGL എക്സാമിന് എക്കോണമിയിൽ നിന്ന് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കർവ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കർവ്സിനെ കുറിച്ചാണ്. ഇനി നിങ്ങൾക്ക് എക്കോണമിയെ കുറിച്ച് യാതൊരുവിധ ബേസിക് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ധൈര്യമായിട്ട് കാണാം. ബിക്കോസ് വളരെ ബേസിക് ലെവലിലാണ് നമ്മൾ ഈ ഒരു കർവ്സ് എന്ത് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു കോൺസെപ്റ്റ് വരെയുണ്ട്. എക്കോണമി നിങ്ങൾ കണ്ടിട്ടേ ഇല്ലെങ്കിൽ പോലും നോ ഇഷ്യൂസ്, വളരെ ബേസിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കർവ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കർവ് എന്ന് പറയുന്നത് ഫിലിപ്സ് കർവ്. ഫിലിപ്സ് കർവിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നതിന് മുന്നേ ആരാണ് ഈ ഫിലിപ്സ് കർവ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. സോ ആരാണ് ഈ ഫിലിപ്സ് കർവ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂസിലാൻഡ് എക്കോണമിസ്റ്റ് ആയിട്ടുള്ള ആൽബൻ വില്യം ഫിലിപ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഒരു ഫിലിപ്സ് കർവ് ഡെവലപ്പ് ചെയ്യുന്നത്. 1958 എന്ത് ചെയ്യുന്നത് ഫിലിപ്സ് അല്ലെങ്കിൽ ആൽബൻ വില്യം ഫിലിപ്സ് എന്ത് ചെയ്യുന്നത് ഫിലിപ്സ് കർവ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിലിപ്സ് കർവ് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും, നമ്മുടെ എക്കോണമിയിലുള്ള ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന കർവാണ് ഫിലിപ്സ് കർവ്. അപ്പോൾ എന്താണ് ഫിലിപ്സ് കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിലുള്ള ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, ഇതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് പറയുന്ന കർവാണ് ഈ ഒരു ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിലിപ്സ് കർവ് പറയുന്ന അനുസരിച്ച് നമ്മുടെ എക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് ലോ ആണെങ്കിൽ ഇൻഫ്ലേഷൻ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഹൈ ആണെങ്കിൽ ഇൻഫ്ലേഷൻ ലോ ആയിരിക്കും. അതായത് ഫിലിപ്സ് കർവ് ബേസിക്കലി പറയുന്നത് നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതായിരിക്കും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇതാണ് എന്ത് ചെയ്യുന്നത് ഫിലിപ്സ് കർവ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കർവ് ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ കർവിലേക്ക് വരുമ്പോൾ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്സ് കർവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ y ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. സോ y ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. അതുപോലെ തന്നെ x ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. സോ x ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റും അൺഎംപ്ലോയ്മെന്റ് റേറ്റും അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന കർവാണ് ഫിലിപ്സ് കർവ്. y ആക്സിസിൽ ഇൻഫ്ലേഷൻ റേറ്റ്, x ആക്സിസിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. എന്നിട്ട് നമ്മളൊരു കർവ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും. അതായത് റൈറ്റിലേക്ക് വരുമ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഈ ഫിലിപ്സ് കർവ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. സപ്പോസ് നമ്മുടെ ഗവൺമെന്റ്, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ ഹൈവേസിന്റെ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഇൻക്രീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. സോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഹൈവേസിന്റെ കൺസ്ട്രക്ഷൻ വളരെ പൂർവാധികം ശക്തിയോടെ കൂട്ടാനായിട്ട് എന്ത് ചെയ്തു തീരുമാനിക്കുന്നു. അപ്പൊ ഹൈവേസിന്റെ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി കൂടുതലായിട്ട് നടത്താനായിട്ട് പോവാണ്. സോ അപ്പൊ അവിടെ എന്തിന്റെ ആവശ്യം വരും, ഒരുപാട് ലേബറിന്റെ ആവശ്യം വരും. സോ അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലേബറിന്റെ ആവശ്യം വരുന്നുണ്ട്. സോ ഒരുപാട് ലേബറിന്റെ ആവശ്യം മീൻസ് ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്, തൊഴിൽ കിട്ടുന്നുണ്ട്. അതായത് എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ എക്കോണമിയിൽ ഒരുപാട് ആൾക്കാർക്ക് എന്ത് കിട്ടുന്നു, ജോലി കിട്ടുന്നു, എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. സോ എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് ഡിക്രീസ് ചെയ്യും. ഇനി എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു, കൂടുതൽ ആൾക്കാർക്ക് എന്ത് കിട്ടുന്നു, ജോലി കിട്ടുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ട്. സോ ആൾക്കാരുടെ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൾക്കാരുടെ ഇൻകം കൂടുന്നതനുസരിച്ച് അവരെന്ത് ചെയ്യാൻ തുടങ്ങും, കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. സോ അവരെന്ത് ചെയ്യും, അവർ സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടും. അപ്പൊ ആൾക്കാർ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗുഡ്സിന്റെയും സർവീസിന്റെയും ഡിമാൻഡ് എന്ത് സംഭവിക്കും, ഇൻക്രീസ് സംഭവിക്കും. സോ ആൾക്കാർ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങുന്നു. ആൾക്കാർ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യും, കൂടുതൽ പർച്ചേസ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങും. അതായത് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കൺട്രിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് ലിമിറ്റഡ് ആണ്. സോ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. പക്ഷെ ആൾക്കാർക്ക് കൂടുതൽ ഇൻകം കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർ കൂടുതൽ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഡിമാൻഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എന്താ, നമ്മുടെ പ്രൊഡക്ഷൻ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡിമാൻഡ് അനുസരിച്ചുള്ള സപ്ലൈ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ സാധനങ്ങൾക്ക് ആവശ്യം കൂടുതൽ, പക്ഷെ നമ്മുടെ കയ്യിൽ എന്താണ്, ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുള്ളൂ. വിച്ച് മീൻസ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള, അതായത് നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ സപ്ലൈ ലിമിറ്റഡ് ആണ്,
എന്നാൽ ഡിമാൻഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഉള്ള സാധനങ്ങളുടെ പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇൻഫ്ലേഷൻ. സോ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ വിച്ച് മീൻസ് ഇൻഫ്ലേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് കുറയുക മീൻസ് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ എംപ്ലോയ്മെന്റ് കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് കൂടുതൽ സാലറി കിട്ടുന്നുണ്ട്, കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ട്, അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. എന്നാൽ നമ്മുടെ പ്രൊഡക്ഷൻ ലിമിറ്റഡ് ആണ്. സോ ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലേഷൻ. സോ വിച്ച് മീൻസ് നമ്മുടെ എക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് കുറവാണെങ്കിൽ ഇൻഫ്ലേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഫിലിപ്സ് കർവ് പറയുന്നത്. സോ ഇനി ഈ കർവ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അൺഎംപ്ലോയ്മെന്റ് കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് സപ്പോസ് നമ്മുടെ എക്കോണമിയിൽ ആർക്കും ജോലി ഇല്ലെന്ന് വിചാരിക്കുക. അതായത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണെന്ന് വിചാരിക്കുക. സോ നമ്മുടെ എക്കോണമിയിൽ എന്താണ്, അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. സോ നമ്മുടെ എക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതാണ് വളരെ കൂടുതലാണ് എന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് ആർക്കും എന്തില്ല, ജോലിയില്ല. അതുകൊണ്ട് തന്നെ ആർക്കും എന്തില്ല, ഇൻകം ഇല്ല. ആർക്കും ഇൻകം ഇല്ല, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അതായത് അവർക്ക് സ്പെൻഡിങ് എന്താവില്ല, പോസിബിൾ ആവില്ല. ആൾക്കാർ സാധനം വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ സാധനങ്ങൾക്ക് എന്ത് കാണില്ല, മാർക്കറ്റിൽ ഡിമാൻഡ് കാണില്ല. മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലെങ്കിൽ അതിനെന്ത് കാണില്ല, പ്രൈസും കാണില്ല. സോ പ്രൈസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് കൂടുന്നതനുസരിച്ച് ഇൻഫ്ലേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നും കൂടെ വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ വേറൊരു സെനാരിയോ എടുക്കുകയാണെങ്കിൽ സോ വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് സപ്പോസ് നമ്മുടെ എക്കോണമിയിൽ ചെറിയൊരു ഇൻഫ്ലേഷൻ ആണെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ് വളരെ കുറവാണ്, വളരെ ചെറിയൊരു അളവിലുണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ എക്കോണമിയിൽ എന്തുണ്ട്, വളരെ ചെറിയ അളവിൽ, വളരെ സ്ലൈറ്റ്ലി ചെറിയ അളവിൽ എന്തുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമ്മുടെ എക്കോണമിയിൽ ഇപ്പൊ എന്തുണ്ട്, വളരെ ചെറിയ അളവിൽ ഒരു ഇൻഫ്ലേഷൻ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഒരു 1% വരെ ഇൻഫ്ലേഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്, വിച്ച് മീൻസ് അതിന്റെ അർത്ഥം എന്താണ്, എക്കോണമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, എക്കോണമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് എന്താണ്, കൂടുതലാണ്. ഇനി നിങ്ങൾ പ്രൊഡ്യൂസർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനത്തിന് നോർമലി കിട്ടുന്ന പ്രൈസിനെക്കാളും കൂടുതൽ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ എക്കോണമിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് എക്കോണമിയിൽ ഇപ്പൊ ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് നോർമലി എന്താണോ കിട്ടേണ്ടത് അതിനേക്കാളും കൂടുതൽ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പ്രൊഡ്യൂസർ ആണ്, നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. ഇപ്പോൾ എക്കോണമിയിൽ ചെറിയൊരു ഇൻഫ്ലേഷൻ ഉണ്ട്, വിച്ച് മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് എന്താണ്, ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. നിങ്ങളൊരു പ്രൊഡ്യൂസർ ആണ്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് നോർമലി കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്താണ്, ഇപ്പൊ കൂടുതലാണ്. നിങ്ങളുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ കൂട്ടണം. നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്, കൂടുതൽ ആൾക്കാരെ ജോലിക്ക് വെച്ചിട്ട് കൂടുതൽ ഷിഫ്റ്റിൽ ആൾക്കാരെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് കൂടുതൽ ലേബറിന്റെ ആവശ്യമുണ്ട്. കൂടുതൽ ലേബറിന്റെ
ആവശ്യമുണ്ട് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ജോലി കൊടുക്കേണ്ടി വരും. വിച്ച് മീൻസ് കൂടുതൽ ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്, എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ എക്കോണമിയിൽ തൊഴിലില്ലായ്മ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ദാറ്റ് ഈസ് തൊഴിലില്ലായ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി കൂടുതൽ ആൾക്കാർക്ക് എന്ത് കിട്ടി, എംപ്ലോയ്മെന്റ് കിട്ടി. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് എന്ത് കിട്ടുന്നു, സാലറി കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് എന്ത് കിട്ടുന്നു, ഇൻകം കിട്ടുന്നു. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അവരുടെ സ്പെൻഡിങ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ അവർ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യപ്പെടും. വിച്ച് മീൻസ് മാർക്കറ്റിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ മാർക്കറ്റിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, എന്നാൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്താണ്, ലിമിറ്റഡ് ആണ്. വിച്ച് മീൻസ് ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങും, വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പ്രൈസ് വീണ്ടും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ആൾക്കാരെ ജോലിക്ക് എടുക്കണം. ഇങ്ങനെ എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു, അൺഎംപ്ലോയ്മെന്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഫിലിപ്സ് കർവ് പറയുന്നത്. അപ്പോൾ ഫിലിപ്സ് കർവ് പറയുന്നതനുസരിച്ച് ഇൻഫ്ലേഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ, ഫിലിപ്സ് കർവ് പറയുന്നതനുസരിച്ച് ഇൻഫ്ലേഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അൺഎംപ്ലോയ്മെന്റ് വളരെ ഹൈ ആണ്. സോ ഇൻഫ്ലേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അൺഎംപ്ലോയ്മെന്റ് വളരെ ഹൈ ആണ്. അതേസമയം ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അൺഎംപ്ലോയ്മെന്റ് വളരെ കുറവാണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഫിലിപ്സ് കർവ് പറയുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഫിലിപ്സ് കർവ് പറയുന്നത്. So this is all about Phillips curve. ഇനി before moving on to the next curve, നിങ്ങൾ വരാൻ പോകുന്ന SSC CGL എക്സാമിന് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമി ഏറ്റവും പുതിയ CGL-ന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് SSC CGL 2026 കോഴ്സ്. ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 2026-27 എക്സാമിന് വേണ്ടിയിട്ടുള്ള 2026-27 എക്സാമിന് വേണ്ടിയിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ CGL എക്സാം ആണ്. ആൻഡ് ഈ ഒരു എക്സാമിനകത്ത് നമ്മുടെ പുതിയ, അതായത് ഇനി ഇപ്പോൾ നമ്മുടെ CGL എക്സാമിനകത്ത് ഒരു മേജർ ചേഞ്ച് വന്നിട്ടുണ്ട്. ചേഞ്ച് എന്ന് പറയുന്നത് സെക്ഷണൽ ടൈമർ ആണ്. അപ്പോൾ സെക്ഷണൽ ടൈമർ വരുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പുതിയ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ, ക്ലാസ്സസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് ഈ ഒരു കോഴ്സിനകത്ത് ഏർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിൽ നമ്മളൊരു 10% എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഈ കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4,999, അതായത് 4,999 ആണ് ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, കോഴ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ ഒരു ഏർലി ബേർഡ് ഓഫർ ആയിട്ട് നമ്മളൊരു 10% പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് 4,500 റുപ്പീസിന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ലൈവ് കോഴ്സ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ലൈവ് കോഴ്സ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസിനകത്ത് കയറാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസിന്റെ അതേ റെക്കോർഡിങ്സ്, അതേ വീഡിയോസ് നിങ്ങൾക്ക് റെക്കോർഡിങ്സ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ്, മെന്റർ സപ്പോർട്ട്, മോക്ക് ടെസ്റ്റുകൾ അക്കോർഡിംഗ് ടു ദി ലേറ്റസ്റ്റ് പാറ്റേൺ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ SSC CGL-ന് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ് നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ദിശ അക്കാഡമിയുടെ ഈ ഒരു CGL കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. നിങ്ങൾക്ക് ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഡെമോ വീഡിയോസ്, ഡെമോ ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് കർവ് ഈസ് ലാഫർ കർവ്. സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കർവ് ആണ് ലാഫർ കർവ്. അപ്പോൾ ലാഫർ കർവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കർവ് ഡെവലപ്പ് ചെയ്തത് ആർതർ ലാഫർ എന്നുള്ള ഒരു അമേരിക്കൻ എക്കോണമിസ്റ്റ് ആണ്. സോ ആർതർ ലാഫർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ എക്കോണമിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലാഫർ കർവ് ഡെവലപ്പ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 1974 ടൈം പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കർവ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കർവ് എന്താ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കർവ് എന്താ ഡെപിക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ടാക്സ് റേറ്റ്സും ടാക്സ് റവന്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലാഫർ കർവ് കാണിക്കുന്നത്. സോ ടാക്സ് റേറ്റും ടാക്സ് റവന്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന കർവ് ആണ് ഈ ഒരു ലാഫർ കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലാഫർ കർവ് എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീം ലോജിക്കൽ ട്രൂത്ത്സിനെ ബേസ് ചെയ്തിട്ടുള്ള കർവ് ആണ്. അതായത് ഇപ്പൊ സപ്പോസ് ഗവൺമെന്റ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ടാക്സും കളക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ടാക്സ് റേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ടാക്സ് റവന്യൂ ആയിട്ടും ഒന്നും കിട്ടില്ല, 0 ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, ഒരു ടാക്സും ചാർജ് ചെയ്യുന്നില്ല. ഇനി ഗവൺമെന്റ് 100% ആണ് ടാക്സ് റേറ്റ് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 100% ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് കിട്ടില്ല, ഗവൺമെന്റിന് 1 രൂപ പോലും റവന്യൂ ആയിട്ട് കിട്ടില്ല. ബിക്കോസ് നിങ്ങൾ ഏൺ ചെയ്യുന്ന പൈസ കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റ് ടാക്സ് ആയിട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് എന്തില്ല, ഒരർത്ഥമില്ല. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിന് എന്തില്ല, ഒരർത്ഥമില്ല. സോ അതുകൊണ്ട് തന്നെ എന്തില്ല, നിങ്ങൾ വർക്കും ചെയ്യില്ല, ഏണും ചെയ്യില്ല, ഗവൺമെന്റ് എന്ത് കിട്ടില്ല, ഒരു റവന്യൂ കിട്ടില്ല. ഈ രണ്ട് എക്സ്ട്രീം ട്രൂത്ത്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ലാഫർ കർവ് എന്ന് പറയുന്നത്. അപ്പോ എന്താണെന്നുള്ള ലാഫർ കർവ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം കർവ് വരച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ലാഫർ കർവിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ലാഫർ കർവ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ് റേറ്റ്സ് ആൻഡ് ടാക്സ് റവന്യൂ. സോ ടാക്സ് റേറ്റും ടാക്സ് റവന്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത് ചെയ്യുന്നത്, ലാഫർ കർവ് കാണിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിൽ നിങ്ങൾ ഡിനോട്ട് ചെയ്യേണ്ടത് ടാക്സ് റേറ്റ് ആണ്, വൈ ആക്സിസിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ടാക്സ് റവന്യൂ ആണ്. സോ ടാക്സ് റവന്യൂ അതുപോലെ തന്നെ ടാക്സ് റേറ്റും, ടാക്സ് റവന്യൂ മീൻസ് ടാക്സേഷൻ വഴി ഗവൺമെന്റ് കിട്ടുന്ന റവന്യൂ, വരുമാനമാണെന്ന് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. സോ ടാക്സ് റവന്യൂവും ടാക്സ് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചെയ്യുന്നത് ലാഫർ കർവ് കാണിക്കുന്നത്. അപ്പൊ ലാഫർ കർവ് എന്താ കാണിക്കുന്നത്, അല്ലെങ്കിൽ ലാഫർ കർവ് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാഫർ കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും. സോ ലാഫർ കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും ലാഫർ കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും എന്ത് ലാഫർ കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് 0% ആണ്, ആൻഡ് ഇതെന്ന് പറയുന്നതാണ് 100% ആണ്. അപ്പോൾ എന്താണ് ഈ ടാക്സ് റവന്യൂ അല്ലെങ്കിൽ സോ എന്താണ് ഈ ലാഫർ കർവ്? അപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയാം. സപ്പോസ് ഗവൺമെന്റ്, നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് നമുക്ക് നമ്മുടെ ജനങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ടാക്സും ഇമ്പോസ് ചെയ്യുന്നില്ല. അതായത് 0% ആണ് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ടാക്സ് റേറ്റ് എന്ന് വിചാരിക്കുക. അതായത് നിങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി സപ്പോസ് നമ്മൾ ജനങ്ങളുടെ എല്ലാവരുടെയും ഇൻകം എന്ന് പറയുന്നത് 10,000 rupees ആണ് വിചാരിച്ചു. നമ്മുടെ എല്ലാവരുടെയും ഇൻകം എന്ന് പറയുന്നത് 10,000 rupees ആണ് വിചാരിച്ചു. ആൻഡ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ 1 രൂപ പോലും ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നില്ല. അതായത് ഗവൺമെന്റ് നമ്മുടെ മുകളിൽ ഒരു ടാക്സും ഇമ്പോസ് ചെയ്യുന്നില്ല. വിച്ച് മീൻസ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നതാണ് 0% ആണ്. ഗവൺമെന്റ് ഒരു ടാക്സും കളക്ട് ചെയ്യുന്നില്ല. വിച്ച് മീൻസ് ഗവൺമെന്റ് എന്ത് കിട്ടുന്നില്ല, ടാക്സ് റവന്യൂ ഒന്നും തന്നെ കിട്ടുന്നില്ല. സോ ടാക്സ് റവന്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി സപ്പോസ് പോകെ ഗവൺമെന്റ് എന്ത് വന്നു, ഫണ്ട്സിന്റെ ഷോർട്ടേജ് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ജനങ്ങളെ ടാക്സ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു. ബിക്കോസ് ഗവൺമെന്റ് മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നതാണ് ടാക്സ് ആണ്. അപ്പൊ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്നു, ഇനി മുതൽ ജനങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, 5% ടാക്സ് അടയ്ക്കണം. അപ്പോ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 10,000 rupees ആണ് എന്നാണെങ്കിൽ, നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 10,000 rupees ആണെന്നാണെങ്കിൽ അതിന്റെ 5%, അതായത് 500 rupees എന്ത് ചെയ്യണം, ഇനി മുതൽ നിങ്ങൾ ടാക്സ് ആയിട്ട് അടയ്ക്കണം. നിങ്ങളുടെ ഇൻകം 10,000 rupees ആണ്, ഗവൺമെന്റ് പറയുന്നു ഇനി മുതൽ എന്ത് ചെയ്യണം, നിങ്ങൾ 5% ടാക്സ് അടയ്ക്കണം. വിച്ച് മീൻസ് 10,000 5% 500 rupees എന്ത് ചെയ്യണം, നിങ്ങൾ ടാക്സ് ആയിട്ട് അടയ്ക്കണം. ബാക്കി നിങ്ങളുടെ കയ്യിൽ എന്ത് കാണും, 9,500 rupees ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും, സന്തോഷത്തോടുകൂടി ടാക്സ് അടയ്ക്കും. ബിക്കോസ് നിങ്ങൾ 10,000 rupees ഏൺ ചെയ്തു, ഗവൺമെന്റ് പറഞ്ഞു ഒരു 500 rupees എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ടാക്സ് ആയിട്ട് തരണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, സന്തോഷത്തോടുകൂടി ടാക്സ് അടയ്ക്കും. ബിക്കോസ് 9,500 rupees എന്നുണ്ട് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. ആൻഡ് ഗവൺമെന്റ് ഈ ടാക്സ് വഴി കളക്ട് ചെയ്യുന്ന പൈസ തിരിച്ച് നമുക്കാണ് എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും രീതിയിലുള്ള ഫെസിലിറ്റീസ് ആയിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട്, റോഡ്സ് ആയിട്ടും ഡാംസ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പോകുന്നത്, തിരിച്ചു വരാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് ടാക്സ് അടയ്ക്കുന്നു. ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞു, ഗവൺമെന്റ് ഫണ്ട്സിന് ഷോർട്ടേജ് വന്നു, ഗവൺമെന്റിന് എന്ത് കിട്ടുന്നില്ല, ഇപ്പോൾ വലിയ രീതിയിൽ റവന്യൂ കിട്ടുന്നില്ല. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ടാക്സ് റേറ്റ് കൂട്ടാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു. ടാക്സ് റേറ്റ് എന്ത് ചെയ്യുന്നു, ഒരു 10% ആക്കി വിചാരിച്ചു. അങ്ങനെ ഗവൺമെന്റ് ടാക്സ് റേറ്റ് 10% ആക്കി കഴിഞ്ഞാൽ ഇനി മുതൽ 10,000 rupees ഇൻകം ഉള്ള നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ 10%, that is 1,000 rupees എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് അടയ്ക്കണം.
ഇപ്പൊ ഇനി നിങ്ങൾ 10,000 റുപ്പീസ് ടാക്സ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ കയ്യിൽ 9,000 റുപ്പീസ് ഉണ്ട്. ഇപ്പോഴും എന്ത് ചെയ്യും, നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് തന്നെ 100% ഹാപ്പി ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ ഹാപ്പിയിൽ എന്ത് ചെയ്യും, നിങ്ങൾ ആ ടാക്സ് പേ ചെയ്യും. കാരണം 10,000 റുപ്പീസ് ഏൺ ചെയ്തു, 1,000 റുപ്പീസ് മാത്രമേ ഗവൺമെന്റ് ടാക്സ് ആയിട്ട് എടുത്തോളൂ, ബാക്കി 9,000 എന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, ഹാപ്പി ആയിട്ട് തന്നെ ടാക്സ് അടയ്ക്കും. 100% ഹാപ്പി ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ എന്തായിരിക്കും, നിങ്ങൾ ഓക്കെ ആയിരിക്കും. ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞു, ഗവൺമെന്റ് ടാക്സ് റവന്യൂ അല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ട്സിന് എന്ത് വരുന്നു, ഷോർട്ടേജ് വന്നു. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, 15% ആക്കി, പോട്ടെ 20% ആക്കാം. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ടാക്സ് റേറ്റ് 20% ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിച്ചു. ഗവൺമെന്റ് ഈ ഒരു ടാക്സ് റേറ്റ് 20% ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിച്ചു. വിച്ച് മീൻസ് ഇനി മുതൽ 10,000 റുപ്പീസ് ഇൻകം കിട്ടുന്ന നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ 20% that is 2,000 റുപ്പീസ് എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് അടയ്ക്കണം. ബാക്കി 8,000 റുപ്പീസ് എന്ത് കാണും, നിങ്ങളുടെ കയ്യിൽ കാണും. ഇപ്പോഴും നിങ്ങൾ ടാക്സ് അടയ്ക്കും, പക്ഷേ അത്ര ഹാപ്പി ആയിരിക്കില്ല. നിങ്ങൾ ഗവൺമെന്റിനെ ശപിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. കാരണം 10,000 റുപ്പീസ് ഏൺ ചെയ്തപ്പോൾ 2,000 റുപ്പീസ് എന്ത് ചെയ്തു, ടാക്സ് ആയിട്ട് ഗവൺമെന്റ് പിടിച്ചുകൊണ്ടു. സോ നിങ്ങൾ എന്ത് ചെയ്യും, ടാക്സ് അടയ്ക്കും, ബിക്കോസ് നിങ്ങൾ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഗവൺമെന്റിനെ ശപിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു പൈസ കൊടുക്കുന്നത്. ഇനി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, വീണ്ടും ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്തു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്തു, 30% ആയിട്ട് എന്ത് ചെയ്തു, ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യണം, നിങ്ങൾ 3,000 റുപ്പീസ് ടാക്സ് ആയിട്ട് അടയ്ക്കണം, ബാക്കി 7,000 റുപ്പീസ് എന്തുള്ളൂ, നിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും മാറിയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, സ്റ്റിൽ നിങ്ങൾ പൈസ അടയ്ക്കും, പക്ഷെ എന്തായിരിക്കില്ല, നിങ്ങൾ ഒട്ടും ഹാപ്പി ആയിരിക്കില്ല, നിങ്ങൾ വളരെയധികം എന്തായിരിക്കും, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും, പൈസ അടയ്ക്കും, ബിക്കോസ് നിങ്ങൾക്ക് എന്തല്ല, ലീഗൽ കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. പക്ഷേ പോകെ പോകെ ഗവൺമെന്റ് സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു ടാക്സ് റേറ്റ് അങ്ങ് 50% ആക്കി എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന 10,000ന്റെ 5,000 റുപ്പീസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഗവൺമെന്റ് ടാക്സ് ആയിട്ട് അടയ്ക്കണം. ബാക്കി നിങ്ങളുടെ കയ്യിൽ എന്തേ ഉള്ളൂ, 5,000 റുപ്പീസേ ഉള്ളൂ. അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ പണിയെടുത്തിട്ട് കിട്ടുന്ന 10,000ന്റെ പകുതി 5,000 എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ടാക്സ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ജോലിക്ക് പോകാനായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, പതുക്കെ കുറയും. നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ജോലിക്ക് പോകുന്നതേ സ്റ്റോപ്പ് ചെയ്യും. കാരണം ജോലിക്ക് പോയി പണിയെടുത്താലും കിട്ടുന്നതിന്റെ പകുതി എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് കൊണ്ടുപോകുന്നു. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾ ജോലിക്ക് പോകുന്നത് നിർത്തും. നിങ്ങൾ ജോലിക്ക് പോകുന്നത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തില്ല, ഇൻകം ഇല്ല. നിങ്ങൾക്ക് ഇൻകം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഗവൺമെന്റ് എന്തെടുത്തിട്ട് ടാക്സ് ചെയ്യും, അല്ലെങ്കിൽ ഗവൺമെന്റ് നിങ്ങളുടെ മുകളിൽ എങ്ങനെ ടാക്സ് ഇമ്പോസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റ് നിങ്ങളെ ടാക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് കിട്ടുന്ന ടാക്സ് എന്ത് ചെയ്യും, കുറയും. ഇതാണ് എന്ത് ചെയ്യുന്നത്, ലാഫർ കർവ് പറയുന്നത്. ലാഫർ കർവ് പറയുന്ന അനുസരിച്ച് ഗവൺമെന്റ് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ടാക്സ് റേറ്റ് വരെ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടാക്സ് റേറ്റ് വരെ എന്ത് ചെയ്യും, റവന്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഗവൺമെന്റ് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാക്സ് റേറ്റ് വരെ എന്ത് ചെയ്യും, ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ആ ഒരു പെർട്ടിക്കുലർ ടാക്സ് റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടാക്സ് റവന്യൂ ഡിക്രീസ് ചെയ്യത്തേ ഉള്ളൂ. അതായത് പെർട്ടിക്കുലർ ടാക്സ് റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് ടാക്സ് റേറ്റ് കൂട്ടിയാലും ടാക്സ് റവന്യൂ എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഡിക്രീസ് ചെയ്യത്തേ ഉള്ളൂ. കാരണം ജനങ്ങൾക്ക് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അവരെന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇൻകം ഇല്ല, അവർക്ക് ഇൻകം ഇല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെടുത്ത് വെച്ച് ടാക്സ് ചെയ്യും. സോ ടാക്സേഷൻ പോസിബിൾ അല്ല, ഗവൺമെന്റ് ടാക്സ് റവന്യൂ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ബിസിനസ് ഫേംസിന്റെ കേസ് എടുക്കുക. അതായത് ബിസിനസ് ഫേംസ് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ ആ പ്രോഫിറ്റിന്റെ പകുതിയിലധികം ഗവൺമെന്റ് ടാക്സ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ബിസിനസ് ഫേം എന്ത് ചെയ്യില്ല, പിന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. അവരെന്ത് ചെയ്യും, ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ഇൻഡിവിജ്വൽസിന്റെ കേസിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് മുകളിൽ ടാക്സ് റേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ല, അവർ വർക്കും ചെയ്യില്ല. വർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് സാലറി ഇല്ല, സാലറി ഇല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ടാക്സും ചെയ്യാൻ പറ്റില്ല. സോ ടാക്സ് റവന്യൂ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇനി ബിസിനസ് ഫേംസിന്റെ കേസിലാണെങ്കിൽ ബിസിനസിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് ജനറേഷൻ ആണ്. അവരാ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ പകുതിയിലധികം ഗവൺമെന്റ് ടാക്സ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, അവര് ഇന്ത്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. മാത്രമല്ല എന്ത് ചെയ്യും, അവരവരുടെ ഫാക്ടറി എല്ലാം കൂടെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക്, ടാക്സ് ഫ്രീ കൺട്രീസിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുള്ളൂ, ശ്രമിക്കുള്ളൂ. അപ്പോഴും എന്ത് ചെയ്യും, ടാക്സ് റവന്യൂ ഡിക്രീസ് ചെയ്യും. ഇതാണ് എന്ത് ചെയ്യുന്നത്, ലാഫർ കർവ് പറയുന്നത്.
അപ്പോൾ ലാഫർ കർവ് പറയുന്നതനുസരിച്ച് ഒരു ഗവൺമെന്റ് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഗവൺമെന്റ് ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യും. ബട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ, അതായത് ഒരു പെർട്ടിക്കുലർ ടാക്സ് റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് റവന്യൂ എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഡിക്രീസ് ചെയ്യത്തേ ഉള്ളൂ. ആൻഡ് ഇവിടെ രണ്ട് എക്സ്ട്രീംസ് ഉണ്ട്. അതായത് ഗവൺമെന്റ് സപ്പോസ് ചാർജ് ചെയ്യുന്നത് 0% ടാക്സ് റേറ്റ് ആണ് എന്നാണെങ്കിൽ ഗവൺമെന്റ് കിട്ടുന്ന റവന്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അതേസമയം ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 100% ആണെങ്കിൽ അപ്പോഴും ഗവൺമെന്റ് കിട്ടുന്ന ഇൻകം എന്തായിരിക്കും, ടാക്സ് റവന്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഗവൺമെന്റ് 0% ആണ് ടാക്സ് റേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നതെങ്കിലും ഗവൺമെന്റ് ടാക്സ് റവന്യൂ ഒന്നും കിട്ടില്ല. ഗവൺമെന്റ് 100% ആണ് ടാക്സ് റേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നതെങ്കിലും ഗവൺമെന്റ് എന്ത് കിട്ടില്ല, റവന്യൂ ഒന്നും കിട്ടില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക്, ഈ രണ്ട് എക്സ്ട്രീംസിന്റെ ഇടയ്ക്ക് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇനിഷ്യലി ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യും. ബട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ടാക്സ് റവന്യൂ ഡിക്രീസ് ചെയ്യത്തേ ഉള്ളൂ. ഈ ഒരു കർവിനെ വിളിക്കുന്ന പേരാണ് ലാഫർ കർവ്. അപ്പോൾ ഈ രണ്ട് കർവ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിരുന്നത്, ഫിലിപ്സ് കർവ് അതുപോലെ തന്നെ ലാഫർ കർവ്. രണ്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തു, നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് വിത്ത് എക്സാമ്പിൾ എന്ത് ചെയ്തു, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഒരിക്കലും നിങ്ങൾ ഇനി മറക്കില്ലെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മളിത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂടുതൽ കർവ്സുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.